ഹേയ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കെൻഡ്രിക്ക് എക്സ്ട്രിക്കേഷൻ ഡിവൈസിനെ പറ്റിയിട്ടാണ്, അഥവാ കെഡിനെ പറ്റിയിട്ടാണ്. കെഡ് നമുക്ക് വളരെ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് കെഡ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് ന്യൂസ് വാഹനാപകടത്തെ പറ്റിയിട്ട് കേൾക്കുന്നുണ്ട്. ചിലത് ബൈക്ക് ആക്സിഡൻ്റ് ആകാം, കാർ ആക്സിഡൻ്റ് ആകാം, ലോറി, ബസ്, അങ്ങനെ പല 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 ആക്സിഡൻറ്റ്. ബൈക്ക് ആക്സിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആളൊന്നെങ്കിൽ തെറിച്ച് വീഴും, അല്ലെങ്കിൽ ബൈക്ക് തന്നെ സൈഡിലേക്ക് ചെരിഞ്ഞ് വീഴുകയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഈ കേസിൽ നമുക്ക് ആളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇഞ്ചുറിയുടെ അളവ് കൂടുതലായിരിക്കും, പക്ഷേ ആളെ അവിടെ നിന്ന് മാറ്റി ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഒരു കാർ അപകടം നടക്കുകയാണ്, നേരെ പോയി ഹിറ്റ് ചെയ്ത് ഇടിച്ച് വീഴുകയാണ്. അപ്പോൾ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന്, ഒരു കൺഫൈൻഡ് സ്പേസിൽ നിന്ന് ആളെ വെളിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആയുള്ള കാര്യമാണ്. ഈവൻ നമ്മുടെ ഡോറൊന്നും ജാം ആയിട്ടില്ല എങ്കിലും നമുക്ക് വേണമെങ്കിൽ ആളെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാം. പക്ഷെ ഒരു വാഹനാപകടത്തിൽ എല്ലാ സമയത്തും നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒന്ന് തലയാണ്, പിന്നെ ഒന്ന് നമ്മുടെ സ്പൈനൽ കോഡാണ്. ഈ സ്പൈനൽ കോഡിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലെ കാലിലെ ഒക്കെ ഫീലിംഗ്, സെൻസേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. അതായത് തളർന്നു പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെയാണ് ആക്സിഡൻറ്റ് കേസിലും മറ്റേ വീഴ്ചയിലും, അതായത് ഹൈറ്റിൽ നിന്നൊക്കെ വീഴുന്ന കേസിലൊക്കെ നമ്മൾ എപ്പോഴും സ്പൈനിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, നമ്മുടെ ബാക്കിലെ നട്ടലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CT സ്കാനൊക്കെ എടുത്ത് നോക്കുന്നത്. സോ ഇങ്ങനെ സ്പൈനിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ആ ഒരു ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആ എൻറ്റയർ ജേർണിയിൽ നമ്മൾ ഈ ഒരു സ്പൈനൽ കോഡിനെ എപ്പോഴും നമ്മൾ സേഫായിട്ട്, സെക്യൂർ ആയിട്ട്, അലൈനായിട്ട് വെക്കണം. ഓൾറെഡി ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആ ഉണ്ടായിട്ടുള്ള ഡാമേജ് കൂടുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. ഒരു കാർ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ഒരു വിക്ടിമിനെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുത്തുക, എങ്ങനെയാണ് ആളുടെ സ്പൈനൽ അലൈൻമെൻറ്റ് തെറ്റാതെ അല്ലെങ്കിൽ കൂടുതൽ വേഴ്സ് ആവാതെ, ഈ ഒരു സ്പൈനൽ ഇഞ്ചുറി വേഴ്സ് ആവാതെ ആളെ പുറത്തേക്ക് എടുക്കുക എന്ന് നോക്കുമ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് കെൻഡ്രിക്ക് എക്സ്ട്രിക്കേഷൻ ഡിവൈസ്. നമ്മുടെ നാട്ടിൽ വളരെ വൈഡായിട്ടൊന്നും യൂസ് ചെയ്യുന്നൊരു കാര്യമില്ല, വളരെ ചുരുക്കം കേസസിൽ മാത്രമേ യൂസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണിത്. നിങ്ങളിപ്പോഴും ഒരു വാഹനാപകടം നടന്നുള്ള ഒരു സീനിലേക്ക് എത്തുകയാണ്. ഒരു കാർ ആക്സിഡൻ്റ് ആണ്, കാർ പോയിട്ട് ലോറിയിൽ അടിക്കുകയാണ്, അങ്ങനെ ഒരു സീനാണ്. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം നോക്കേണ്ടത്? ആദ്യം നോക്കേണ്ടത് സീൻ സേഫ്റ്റിയാണ്. ആ ഒരു സീന് സേഫ് ആണോ? അവിടെ എന്തെങ്കിലും കാർ അപകടം ഉണ്ടായി കാർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ടോ, കത്താനുള്ള സാധ്യതയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. എവിടെയെങ്കിലും ഗ്യാസ്, ഈ ഒരു ഓയിൽ ലീക്ക് ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കേണ്ടത്. നമ്മുടെ സേഫ്റ്റി ആദ്യം നോക്കുക. സീന് സേഫ് ആണോ, അവിടെ നമുക്ക് പോയാലും നമ്മുടെ ജീവൻ എന്തെങ്കിലും അപകടം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു അപകടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ പേഷ്യൻറ്റിനെ സമീപിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിക്ടിമിനെ സമീപിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സേഫായി ഇരുന്നാൽ മാത്രമേ ആ ഒരു വിക്ടിം സേഫ് ആവുള്ളൂ. അല്ല നമ്മൾ ഒന്നും നോക്കാതെ നേരെ പോയിട്ട് എടുത്ത് ചാടുകയാണെങ്കിൽ ഇനി അടുത്ത വരുന്ന ആൾക്ക് നമ്മളെയും ആ ഒരു വിക്ടിമിനെയും രക്ഷിക്കേണ്ടി വരും. ഫസ്റ്റ് സീൻ സേഫ്റ്റി. രണ്ടാമത്തത് PPE, നമ്മളെ ഗ്ലൗസ് ഇടുക, മാസ്ക് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതിനുശേഷം പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുക. എന്നാലും അപ്രോച്ച് ചെയ്താലും ഓടിക്കുക, കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആളെ ഈ ഒരു കെഡ് വെച്ചിട്ട് പുറത്തെത്തിക്കുക എന്നുള്ള എല്ലാ കാര്യം ആളെ പോയിട്ട് അസസ് ചെയ്യുക. ABCD അസസ്മെൻറ്റ് ചെയ്യുക. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് എവിടെയെങ്കിലും എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണ്, കോൺഷ്യസ് ആണ് എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു കെഡ് അപ്ലൈ ചെയ്യുന്നത്. പേഷ്യൻ്റ് ഇപ്പോഴും അൺകോൺഷ്യസ് ആണ്, പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിലാണ് എങ്കിലും നമ്മൾ ഈ ഒരു കെഡ് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ പേഷ്യൻറ്റിനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിച്ചിട്ട് CPR സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ മറ്റൊരു കേസ്, ഭയങ്കരമായിട്ട് താഴത്തെ ഭാഗം, കാലിൻ്റെ ഈ ഒരു അരക്കെട്ടിന് താഴത്തെ ഭാഗം ഭയങ്കരമായിട്ട് ഇൻജുറി ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ബ്ലീഡ് ഉണ്ടാകുന്നുണ്ട്, ചിലപ്പോൾ ചതഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ പേഷ്യൻറ്റിനെ പെട്ടെന്ന് പുറത്തെത്തിക്കാനാണ് നോക്കേണ്ടത്. സോ ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു കെഡ് അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടത്. പോയിട്ട് സംസാരിക്കുക. ഈ സമയത്ത് തന്നെ പോയാൽ നമ്മൾ പുറകെ വന്നിട്ട് ആളുടെ സ്പൈന് സെക്യൂർ ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ ബാക്കിലൂടെ പോയിട്ട് ആളുടെ സ്പൈന്, സ്പൈൻ ആദ്യം സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കൈകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു സ്പൈൻ സപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സെർവിക്കൽ കോളർ, സെർവിക്കൽ ഇമ്മൊബിലൈസർ അപ്ലൈ ചെയ്യുക. സോ സ്പൈൻ അവിടെ സേഫായി. ഇനി നമ്മൾ പേഷ്യൻ്റ്, ഞാൻ ഇവിടെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ, ഇതുപോലെ പേഷ്യൻറ്റിനോട് പറയാൻ നമ്മൾ ഈ ഒരു കെഡ് അപ്ലൈ ചെയ്യാൻ പോകുവാണ്. എന്നിട്ട് ആളുടെ നെഞ്ചും ബാക്കും ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് മുമ്പിലേക്ക് ലീൻ ചെയ്യുക ആളെ.
ഓക്കെ, ഞാൻ ഇവിടെ വീഡിയോ കാണിച്ചു തരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം പുറകിലൂടെ നമ്മുടെ കെഡ് അകത്തേക്കാക്കുക. അതിൽ ഭയങ്കരമായിട്ട് പച്ച വരുന്ന ഭാഗം ഔട്ട്സൈഡ് ആയിരിക്കും ഉണ്ടാകേണ്ടത്. ഓക്കെ, കെഡ് ബാക്കിലേക്ക് കയറ്റി വെക്കുക. അതിനുശേഷം അതിൽ ഒരുപാട് ബെൽറ്റ് ടൈസ് ഉണ്ട്, അതാണ് ഇനി അടുത്തതായിട്ട് കെട്ടേണ്ടത്. ബാക്കിൽ വെച്ചു. അതിനുശേഷം ടൈ അപ്ലിക്കേഷൻ ആണ്. ആദ്യം തന്നെ നടുക്കുള്ള ടൈ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. മിഡിൽ വൺ ടൈ അപ്ലൈ ചെയ്യുക. അതിനുശേഷം താഴെ വയറ്റിൻ്റെ അവിടെയുള്ള ടൈ അപ്ലൈ ചെയ്യുക. പിന്നെ മുകളിലുള്ള ടൈ അപ്ലൈ ചെയ്യുക. 3 ടൈസാണ് ഉള്ളത് മുമ്പിൽ. സോ ഈ 3 ടൈ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കാലിലെ ടൈ അപ്ലൈ ചെയ്യുക. അതായത് ഈ ഒരു കെഡ് ഡിവൈസിൻ്റെ താഴെയായിട്ട് നമുക്ക് തുടയിലൂടെ 2 തുടയിലൂടെയും എടുത്ത് സെക്യൂർ ചെയ്യാനുള്ള ടൈ അവൈലബിൾ ആണ്. ആ ഒരു ടൈ അപ്ലൈ ചെയ്യുക. അതിനുശേഷം തലയും ഈ ഒരു കെഡും തമ്മിലൊരു കുഞ്ഞൊരു സ്പേസ് വരുന്നുണ്ട്. ആ സ്പേസിലേക്കൊരു പില്ലോ മീൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു കുഞ്ഞൊരു കോട്ടൺ ബാഗ് കിട്ടും. ഓക്കെ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അത് കിട്ടും, ഒരു പില്ലോ പോലത്തെ. അത് നമ്മൾ വെച്ചതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് വെക്കുക, ഇല്ലെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അത് വെച്ച് നമ്മുടെ തലയുടെ മുകളിൽ ഫോർഹെഡിലെയും ഈ ചിന്നിലെയും ഭാഗങ്ങൾ ഈ ഒരു കെഡുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ചില കെഡിലാണെങ്കിൽ ഒരു സ്ട്രാപ്പ് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്യണം. സോ നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ കഴിഞ്ഞു. നമ്മൾ മാനുവലി സ്റ്റെബിലൈസ് ചെയ്തു, സീക്കോളർ അപ്ലൈ ചെയ്തു, കെഡ് വെച്ചു, നമ്മുടെ ഫസ്റ്റത്തെ 3 ബെൽറ്റ് അപ്ലൈ ചെയ്തു, 2 തുടകൾ നമ്മൾ ഈ ഒരു കെഡുമായിട്ട് അറ്റാച്ച് ചെയ്തു, നമ്മുടെ തല ഈ ചിഹ്നമൊക്കെ ആയിട്ട് കെഡുമായിട്ട് സെക്യൂർ ചെയ്തു. ഓക്കെ, ഇനി പേഷ്യൻ്റ് നമ്മൾ പുറത്തേക്ക് എത്തിക്കണം. ചിലതിൽ നമ്മൾ കാലാദ്യം പുറത്തേക്ക് എടുക്കും, ചിലതിൽ നമ്മൾ തലയാദ്യം പുറത്തെടുക്കും. ചില രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നത് ഏറ്റവും നല്ലത് കാലാദ്യം പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും. കാരണം നമ്മൾ കാല് ഉള്ളിലേക്ക് എടുക്കുകയാണ്, ആദ്യം തലയാണെങ്കിൽ കാല് ഉള്ളിലേക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റിയറിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ കാലിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്രയും റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. സ്പൈൻ ബോർഡ് ഫുൾ ഹോൾ സ്പൈൻ ബോർഡ് ഉള്ളിലേക്ക് വെക്കുക. അതിനുശേഷം പേഷ്യൻ്റെ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് എല്ലാം ഈ എൻറ്റയർ പ്രോസസ്സിൽ നമ്മൾ പേഷ്യൻ്റ് തല, ഷോൾഡർ, പിന്നെ എൻറ്റയർ ബോഡി സപ്പോർട്ട് ചെയ്തിരിക്കണം, ട്രങ്ക് സപ്പോർട്ട് ചെയ്തിരിക്കണം. സപ്പോർട്ട് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് ചെറുതായിട്ട് കയറ്റിയിട്ട് കാല് പുറത്തേക്ക് ഇട്ടിട്ട് പേഷ്യൻ്റ് കുറച്ചുകൂടി മുമ്പിലേക്ക് പുഷ് ചെയ്യുക. പേഷ്യൻ്റ് താഴേക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലീൻ ചെയ്യിക്കുക. ഇങ്ങനെ പേഷ്യൻ്റ് കിടത്തിയതിന് ശേഷം പിന്നെ കാലിൽ നിവർത്തി വെക്കുക. കാലിലുള്ള സ്ട്രാപ്സ് വേണമെങ്കിൽ ലൂസൺ ചെയ്യിക്കാം, കാരണം പേഷ്യൻ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കംപ്ലീറ്റ്ലി പേഷ്യൻ്റ് സ്പൈൻ ബോർഡിലേക്ക് മാറ്റുക. അതിനുശേഷം സ്പൈൻ ബോർഡ് ഡയറക്റ്റ് ട്രോളിയിലേക്ക് കയറ്റുക. ഓക്കെ, ഈ എൻറ്റയർ പ്രോസസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തല, ഷോൾഡർ, നമ്മുടെ പേഷ്യൻ്റെ ഹോൾ ബോഡി സപ്പോർട്ട് ചെയ്തിരിക്കണം. സോ ഇതൊക്കെയാണ് കെഡ് അപ്ലൈ ചെയ്യുന്നതും പേഷ്യൻറ്റിനെ കാർന്ന് വെളിയിലേക്ക് എത്തിക്കുന്നതും കാര്യങ്ങൾ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത്. സൈനിങ് ഓഫ് സ്ക്രാച്ച്. ബൈ.